ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു റിംഗ് ആൽബം എഡിറ്റ് ചെയ്യണ വീഡിയോ കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഞാൻ A4 ഡോക്യുമെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. A3 ഡോക്യുമെൻ്റ് ആണെങ്കിൽ കുറേ ഫോട്ടോസ് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് എലമെൻസിൽ പോളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കുറേ പോളറോയിഡ് ഫ്രെയിംസ് ഉണ്ടാവും. എന്നിട്ട് ഇതേപോലത്തെ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അതിന് മേലെ കണ്ടില്ലേ കുറേ ഓപ്ഷൻസ്, പ്ലസ്, ഫോർവേഡ്, ഡിലീറ്റ് കണ്ടോ? അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതേ സെയിം വലുപ്പത്തിൽ തന്നെ ഒരു ഫ്രെയിമും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഫ്രെയിം തന്നെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഫ്രെയിംസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വെക്കുന്ന സമയത്ത് അളവ് കറക്റ്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഞാൻ അവിടെ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഇനിയും ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യട്ടോ. ഞാൻ അവിടെ 9 എണ്ണമാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് വെക്കുമ്പോൾ തെറ്റാതെ നല്ല കറക്റ്റിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ ഇമേജസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു ഇമേജ് ആഡ് ചെയ്ത് ഇവിടെ ഞാനിപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്ത് ഈ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മേലോട്ടും താഴോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, സേവ് ചെയ്യണ സമയത്ത് ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ PDF സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. PDF സ്റ്റാൻഡേർഡ് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു ലിങ്ക് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോ കിട്ടും. പിന്നെ ഞാനിത് കട്ട് ചെയ്യണ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഹെൽപ്പായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.